ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഞാൻ വീണ്ടും ഒരു വലിയ ഇൻട്രോ ഒന്നും പറയുന്നില്ല, കാരണം നേരത്തെ വീഡിയോയിൽ ഡ്യൂറേഷൻ കൂടി പോയിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ രണ്ടാമത് ആക്കുന്നതേ ഉള്ളൂ. ഇന്നത്തെ വീഡിയോ ഈ പ്ലെയിൻ സാരിയാണ്. അപ്പോൾ ഈ പ്ലെയിൻ ഞാൻ നേരത്തെ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ പ്ലെയിൻ ഖാദി സാരി. ഇതിൻ്റെ കൂടുതലും വരുന്നതെല്ലാം ഡബിൾ ഷെയ്ഡാണ്, അല്ലാതെ എല്ലാത്തിലും ഒരു ഷെയ്ഡിൻ്റെ കൂടെ ഒരു നൂലൂടെ കാണും. അപ്പോൾ ഇത് വൈറ്റ് ആൻഡ് ബ്ലൂ ആണ് ഈ ഒരു ഷെയ്ഡ്. ഇതൊരു ഡാർക്ക് ബ്ലൂ ആണ്. ഈ ത്രെഡിൻ്റെ ബ്ലൂ അതിൻ്റെ കൂടെ വൈറ്റ് നൂലൂടെ കയറിയ കളറാണ്. അപ്പോൾ ഇതാണ് ഫസ്റ്റ് ഷെയ്ഡ് ഞാൻ ഈ ഉടുത്തേക്കുന്നത്. അപ്പോൾ ഞാൻ ഇത് ഇങ്ങനെ വൈറ്റ് ബ്ലൗസിൻ്റെ കൂടെ സ്റ്റൈൽ ചെയ്തേ ഉള്ളൂ. നിങ്ങൾക്ക് ഏത് ഇതിൽ വേണമെങ്കിലും സ്റ്റൈൽ ചെയ്യാം. അപ്പോൾ നെക്സ്റ്റ് ഷെയ്ഡ്, ഇതും ഞാൻ എൻ്റെ കയ്യിൽ നിന്ന് പെട്ടെന്ന് ചിലവായി പോയൊരു കളറാണ് ഈ ഒരു ഷെയ്ഡ്. ഇത് ഗ്രീനിഷ് യെല്ലോ അല്ലെങ്കിൽ ലെമൺ യെല്ലോൻ്റെ കൂടെ ഗ്രീനും കൂടെയാണ്. അപ്പോൾ ഈ യെല്ലോയും ഈ ഗ്രീനും കൂടി മിക്സ് ചെയ്തത് ആണ് ഈ ഷെയ്ഡ്. അപ്പോൾ ഇത് യെല്ലോ ആൻഡ് ഗ്രീൻ ഡ്യുവൽ ടോൺ ആണ്. ഇതൊരു ഡബിൾ ഷെയ്ഡാണ്. ഇത് വീഡിയോയിൽ അത്ര ബ്രൈറ്റായിട്ട് എനിക്ക് തോന്നുന്നില്ല, പക്ഷെ ഇത് ഭയങ്കര രസമാണ് കാണാൻ. ഇതിൻ്റെയും ഒരു വീഡിയോ ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, ഞാൻ ഉടുത്ത വീഡിയോ. അപ്പോൾ ഞാൻ അതിൻ്റെ ലിങ്ക് ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുത്തേക്കാം. അപ്പോൾ ഇതാണ് ഫസ്റ്റ് ഷെയ്ഡ്. ഇനി നെക്സ്റ്റ് ഷെയ്ഡ് ഒരു റെഡ് ആൻഡ് ഗ്രീൻ കോംബോ ആണ്. ഗ്രീൻ അല്ല, സോറി, പർപ്പിളാണ്, മാറിപ്പോയി. അപ്പോൾ ഇത് പേർപ്പിൾ ഷെയ്ഡ്, കറക്റ്റ് പേർപ്പിളാണ്. നല്ല ഭംഗിയില്ല കാണാൻ. സൂപ്പർ. എനിക്ക് ഇതും എൻ്റെ ഒരു 3-4 പീസ് പെട്ടെന്ന് പോയി. ഞാൻ കൊണ്ടുവന്നപ്പോൾ തന്നെ കൊണ്ടുപോയി. അപ്പോൾ പിന്നെ എനിക്ക് വേറെ വേണമെന്നുണ്ടെങ്കിൽ 2-3 പേർക്ക് ഞാനിത് വരുത്തി കൊടുത്തായിരുന്നു. അപ്പോൾ ഇതാണ് പേർപ്പിൾ ഷെയ്ഡ്. ഇത് ബ്ലൂ ത്രെഡും ഡാർക്ക് പിങ്ക് ത്രെഡും കൂടി മിക്സ് ചെയ്തിട്ടാണ് ഈ ഷെയ്ഡ്. അപ്പോൾ ഡബിൾ ഷെയ്ഡായിട്ട് തോന്നും, ഡബിൾ ടോൺ ആയിട്ട് തോന്നും. ഇതിൻ്റെ ടാസൽസ് ബ്ലൂ ആണ് കണ്ടോ. ഇത് പേർപ്പിൾ ഷെയ്ഡാണ്. അടുത്ത ഷെയ്ഡ് നെക്സ്റ്റ് വന്നിട്ട്, അപ്പോൾ ഇത് ഒരു റെഡ് ആൻഡ് ഗ്രീൻ ആണ്, ഡബിൾ ടോൺ. ഇത് ഡ്യുവൽ ടോൺ ആയിട്ട് വരുന്നത്. ഒരു വൈൻ റെഡ് ആണ്, പ്യുവർ റെഡ് അല്ല. ഒരു വൈൻ റെഡും ഗ്രീൻ ത്രെഡും കൂടെ വന്നപ്പോൾ ഇതൊരു ഡബിൾ ഷെയ്ഡ് കണ്ടോ. ഒരു ഗ്രീൻ ഡബിൾ ഷെയ്ഡ് വരും. ഇതാണ് ഷെയ്ഡ്. പക്ഷെ ഇത് നല്ല രസമാട്ടോ, നല്ല ഭംഗിയുള്ളതാണ്. ഇതാണ് അതിൻ്റെ ടാസൽസ് തന്നെ. അതിൻ്റെ സാരി ഫുൾ ബോഡി പ്ലെയിൻ ആണ്, വേറൊന്നുമില്ല. ഇതിൽ ബ്ലൗസ് കട്ട് ചെയ്യാനുണ്ട്, പക്ഷേ ഇത് കുറച്ച് തിന്നായതുകൊണ്ട് ഇത് ഞാൻ കട്ട് ചെയ്യണമെന്ന് പറയുന്നില്ല. നിങ്ങൾ വേറെ എന്തെങ്കിലും ബ്ലൗസ് വെച്ച് സ്റ്റൈൽ ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടി ഭംഗിയുള്ളതും. അങ്ങനെ തന്നെയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ നിങ്ങൾ ഇഷ്ടമുള്ള പോലെ നോക്കുക, കട്ട് ചെയ്താൽ കൊള്ളാം, കുഴപ്പമൊന്നുമില്ല. ഇനി അടുത്ത ഷെയ്ഡ് റെഡ് ആൻഡ് വൈറ്റ് ആണ്. ഇത് ഒരു വൈൻ റെഡാണ്, പ്യുവർ റെഡ് അല്ല. ഇത് ഒരു വൈൻ റെഡും വൈറ്റും. അപ്പോൾ ഇതിൻ്റെ ഷെയ്ഡ് വരുമ്പോൾ ഇങ്ങനെ ഇരിക്കും, ഒരു ഡ്യുവൽ ടോൺ ആയിട്ട്. വൈറ്റ് ആയിരിക്കും ഇതിൻ്റെ ഡ്യുവൽ ടോൺ. നെക്സ്റ്റ് ഇത് ഡബിൾ ടോൺ അല്ലെങ്കിൽ ഡ്യുവൽ ടോൺ ആണ്. ഇത് റെഡും ഇത് കണ്ടോ, ഒരു ബേബി പിങ്ക് പോലത്തെ പിങ്കിൻ്റെ നൂലും, ബേബി പിങ്കും റെഡും കൂടി വന്നേക്കുന്നതാണ്. അപ്പോൾ ഇതും ഡ്യുവൽ ടോൺ തന്നെയാണ്, പക്ഷെ പെട്ടെന്ന് കണ്ടാൽ തോന്നില്ല. അപ്പോൾ ഇതൊരു പിങ്കിഷ് റെഡാണ്, റെഡും അല്ല പിങ്കും അല്ല, പിങ്കിഷ് റെഡാണ്. അപ്പോൾ അതാണ് ഈ ഷെയ്ഡ്. ഇതൊക്കെ ഭയങ്കര ഭംഗിയുള്ളതാണ്, ഭയങ്കര ബ്രൈറ്റായിട്ട് നിൽക്കുന്നതാണ്. ഇത് കുറച്ചുകൂടി ലൈറ്റ് കളർ മതി എന്നുള്ള ടീച്ചേഴ്സ് പോലത്തെ ഉള്ളവർക്കൊക്കെ ഇത് കുറച്ചുകൂടി ഭംഗിയായിരിക്കും. ഇത് കുറച്ചുകൂടി ഒരു റിച്ച് ത്രെഡ് വർക്കുള്ള ബ്ലൗസൊക്കെ ഇട്ടാൽ നല്ലതായിരിക്കും ഇത്. അപ്പോൾ ടാസൽസ് റെഡാണ്. ഇങ്ങനത്തതൊരു ഭയങ്കര ബ്രൈറ്റ് കളറാണ്. നമ്മുടെ ഫേസിനടുത്ത് കൊണ്ടുവരുമ്പോഴേ ബ്രൈറ്റാണ് കേട്ടോ. ഇതൊരു പീച്ചിഷ് കളറാണ്. ഓറഞ്ച് ത്രെഡും വൈറ്റും കൂടി മിക്സ് ചെയ്ത് വന്നു, അപ്പോൾ പീച്ചായി കണ്ടോ. അപ്പോൾ വൈറ്റ് നൂലാണ് ഇതിൻ്റെ ടാസൽസ് വരുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് ഈ കളർ. അപ്പോൾ ഈ വീഡിയോയിൽ കാണുമ്പോൾ കുറച്ചുകൂടി ലൈറ്റർ ഷെയ്ഡായിട്ട് തോന്നും, കുറച്ചും കൂടി ഒരു ഡാർക്കർ ഓറഞ്ച് ആണ് കേട്ടോ. ചോദിക്കുമ്പോൾ ഞാൻ ഫോട്ടോസ് അയച്ചുതരാം, അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ കറക്റ്റ് കളർ മനസ്സിലാവുമായിരിക്കും. ഈ വീഡിയോയിൽ കാണുന്നത് എനിക്ക് കാണുന്നത് കുറച്ച് ലൈറ്റായിട്ടാണ്. നമുക്ക് നോക്കാം എങ്ങനെ വരുന്നു എന്നുള്ളത്. അത് കുറച്ച് നല്ല ബ്രൈറ്റാണ്, നല്ല എടുത്ത് നിൽക്കുന്ന കളറാണ്, നല്ല ബ്രൈറ്റ് കളറാണ്. നെക്സ്റ്റ് ഇതൊരു വൈനാണ്, വൈൻ കളറാണ്. വൈന് വൈറ്റാണ് ഇതിൻ്റെ ഡ്യുവൽ ടോൺ വന്നേക്കുന്നത്. ഇത് വൈൻ ഷെയ്ഡാണ്, വൈറ്റ് ത്രെഡ് കേട്ടോ. അപ്പോൾ ഇതാണ് നെക്സ്റ്റ് ഷെയ്ഡ്. ഇത് എനിക്ക് തോന്നുന്നു ഞാൻ യൂട്യൂബ് ഷോർട്സിൽ ഞാനിതിൻ്റെ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് ഞാൻ ഒന്നും കൂടി ഇതിൻ്റെ അടിയിൽ ഞാൻ എൻ്റെ ലിങ്ക് കൊടുക്കാം. ഇതും എനിക്കിഷ്ടപ്പെട്ടൊരു ഷെയ്ഡാണ്.
യെല്ലോ ആൻഡ് ബ്ലൂ ഒരു റയർ കോമ്പിനേഷനാണ്. ഇതിന് ഞാനൊരു യെല്ലോയിൽ കുറച്ച് പ്രിൻ്റഡ് ആയിട്ടുള്ള ഒരു ബ്ലൗസ് ഇട്ട് ഞാൻ സ്റ്റൈൽ ചെയ്തിട്ട് ഞാൻ ആ വീഡിയോയിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പം അത് നല്ല രസമാണ് ഈ ഒരു സാരിയുടെ കൂടെ. ഇതാണ് ഇതിൻ്റെ കളർ കോമ്പിനേഷൻ. അതായത് യെല്ലോ ആൻഡ് ബ്ലൂ ആയിരിക്കും. ഈ നൂലിങ്ങനെ ഇരിക്കുന്നതെന്ന് വെച്ചാൽ ഇത് ബ്ലൗസ് കട്ട് ചെയ്യാനുള്ള പീസാണ്. വേണ്ടെങ്കിൽ ഇത് മടക്കി അടിച്ചാൽ മതി. അതിന് വേണ്ടിയിട്ടാണ് അത് അങ്ങനെ ഇട്ടേക്കുന്നത്. അപ്പോൾ അതാണ് ഈ നൂലിങ്ങനെ കിടക്കുന്നത്. ഡാമേജ് ഒന്നുമല്ല, ഇത് നമ്മൾ ഈ കട്ട് ചെയ്യാൻ വേണ്ടി ബ്ലൗസ് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ ഇങ്ങനെ ഇട്ടേക്കുന്ന പോർഷനാണ്. അപ്പോൾ അതാണ് അങ്ങനെ ഇരിക്കണേ. അപ്പോൾ ഇതാണ് ലാസ്റ്റ് ഷെയ്ഡ്. അപ്പോൾ ഇത്രയും ഷെയ്ഡ് നമ്മുടെ അതിൻ്റെ പ്ലെയിൻ സാരിയായി ഇത്രയും ഷെയ്ഡ്സ് ഉണ്ട് കേട്ടോ. ഇത്രയും ഷെയ്ഡുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഷെയ്ഡ് ഏതാണെന്ന് വെച്ചാൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അയക്കുകയോ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയക്കുകയോ ചെയ്താൽ മതി. ഇൻസ്റ്റാഗ്രാമിൽ ഓൾറെഡി വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ സ്ക്രോൾ ചെയ്യുമ്പോൾ കാണാൻ പറ്റും. അതാണ് ഇന്നത്തെ വീഡിയോ, പ്ലെയിൻ സാരീസ്. അപ്പോൾ ഇതിൻ്റെ കൂടെ കഴിഞ്ഞ വീഡിയോയിലെ പോലെ തന്നെ ഞാൻ ഒരു സാരി ഇൻക്ലൂഡ് ചെയ്യുകയാണ്. അത് ലാസ്റ്റ് പീസാണ്. ഇതിൻ്റെ പേര് ചിരാവൂൾ എന്നാണ് അവർ പറഞ്ഞ പേര്. ഇത് കേട്ടോ, ഇതാണ് ചിരാവൂൾ. അതായത് ഇതിൻ്റെ വീവിങ്ങിനൊക്കെ എന്തോ വ്യത്യാസമുണ്ട്. അതുകൊണ്ടാണ് ഇതിന് അങ്ങനെ ഒരു പേര് വന്നത്. കാരണം ഇതിൻ്റെ ഇടയിൽ കണ്ട ഇതുപോലെ ഇത് ത്രെഡാണ്, കട്ടിയുള്ള ത്രെഡ്. സാധാ സാരി വീവ് ചെയ്യുന്നതിൻ്റെ ഇടയിൽ വീവ് ചെയ്ത് പോയേക്കുന്നതാണ്. അപ്പോൾ അത് ഭയങ്കര ടഫായിട്ടുള്ളൊരു വീവിങ് പ്രൊസീജിയർ ആണെന്നാണ് പറഞ്ഞത്. കാരണം ഇതൊക്കെ ത്രെഡാണ്, വേണ്ടില്ലേ, ഇതൊക്കെ ത്രെഡാണ്. ഇതിൻ്റെ കൂട്ടത്തിൽ വീവ് ചെയ്ത് പോയേക്കുന്നതാണ്. ഇത് ഹാൻഡ് വർക്ക് അങ്ങനെ എന്തോ പറഞ്ഞത്, ഹാൻഡ് വർക്ക് ചെയ്തതാണെന്നാണ് പറഞ്ഞത്. അപ്പം ഇതിൻ്റെ പേര് ചിരാവൂൾ എന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പം ഇതിൻ്റെ 3-4 കളേഴ്സ് ഉണ്ടായിരുന്നു, അതെല്ലാം സോൾഡായി. ഇപ്പം എൻ്റെ കയ്യിലുള്ളത് ഈ ഒരൊറ്റ പീസാണ്. ഇതൊരു വൈറ്റും പിങ്കും കൂടി കൂടിയിട്ടുള്ളൊരു ഷെയ്ഡാണ്. ഇതിൻ്റെ ബോർഡർ ഇങ്ങനെയുണ്ട്, വലിയ ബോർഡർ. എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ ഒരു ഡാർക്ക് ലൈറ്റ് ഷെയ്ഡിൽ നിന്ന് ഡാർക്ക് ഷെയ്ഡിലേക്ക് ഇങ്ങനെ പോകുന്ന പോലെയാണ് കേട്ടോ. ഇതിൻ്റെ ബോർഡർ ഇങ്ങനെയുണ്ട്, 2 സൈഡ് സെയിം ആണ്. ഇതിൻ്റെ ബോഡി ഫുൾ ഇങ്ങനെയാണ്, ഫുൾ ബോഡി ഇങ്ങനെയാണ്. ഈ ഒരു ത്രെഡ് വർക്കാണ്. ഇതിൻ്റെ പല്ലു ഇങ്ങനെ ടാസൽസ് കൊടുക്കണം. ഇതിൻ്റെ ടാസൽസ് ഇത്രേ ഉള്ളൂ. ഇതിൻ്റെ പ്രൊഡക്ഷൻ ഇപ്പോൾ സ്റ്റോപ്പായിട്ടിരിക്കുകയാണ്. ഇത് വീണ്ടും റീപ്രൊഡക്ഷൻ എപ്പോൾ തുടങ്ങുമെന്നൊന്നും അറിയില്ല. ഇത് ഭയങ്കര നല്ല മെറ്റീരിയലാണ്. ഇതൊരു ലിനൻ ടൈപ്പ് തുണിയാണ്. ഇതൊരു ലിനൻ പോലത്തെ ഒരു തുണിയാണ്. കാണുമ്പോൾ തന്നെ അറിയാം ഒരു മറ്റേ നമ്മുടെ ഖാദി തുണികളൊക്കെ പോലത്തെ ഒരു മെറ്റീരിയലാണ്. ഒരു ലിനൻ പോലത്തെ ഒരു തുണി. അപ്പോൾ ഇതിൻ്റെ വീവിങ്ങും വ്യത്യാസമുണ്ട്. കാരണം ഇത് ഒരു ഈവനായിട്ടല്ല ഇതിൻ്റെ ത്രെഡ് പോയേക്കുന്നത്. ഇതെല്ലാം ഇങ്ങനെ അബ്സ്ട്രാക്റ്റ് ആയിട്ടാണ് ഇതിൻ്റെ വീവിങ് പോയേക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് കുറച്ച് എക്സ്പെൻസീവ് ആണ്. 1100 ആണ് ഇതിൻ്റെ പ്രൈസ്. 1100 1100. അപ്പം അതാണ് ഇതിൻ്റെ പ്രൈസ്. അപ്പോൾ ഈ ഒരൊറ്റ പീസേ ഉള്ളൂ, ബാക്കിയെല്ലാം സോൾഡ് ആയത്. യെല്ലോ പിങ്ക് ഉണ്ടായിരുന്നു, യെല്ലോ വൈറ്റ് ഉണ്ടായിരുന്നു, വൈറ്റ് ആൻഡ് യെല്ലോ ഉണ്ടായിരുന്നു. അതൊക്കെ നല്ല ഭംഗിയുള്ള സാരികളായിരുന്നു. പക്ഷെ അതൊക്കെ വന്നപ്പോൾ തന്നെ എൻ്റെ തൊട്ടടുത്തുള്ളവരെയൊക്കെ തന്നെ വാങ്ങി. അപ്പോൾ ഇതാണ് ഇനി ലാസ്റ്റ് ആയിട്ടുള്ളത്. അപ്പോൾ ഇപ്പോൾ അത് ഇതിൻ്റെ പ്രൊഡക്ഷൻ സ്റ്റോപ്പ് ചെയ്തേക്കാണ്. അപ്പോൾ ഇനി റീപ്രൊഡക്ഷനൊക്കെ തുടങ്ങുമ്പോഴത്തേക്ക് ഞാൻ ഇൻക്ലൂഡ് ചെയ്യാം. അപ്പോൾ എന്തായാലും ഇപ്പോൾ ഇത് ലാസ്റ്റ് പീസാണ്. ഇതെനിക്ക് ആരെങ്കിലും മെസ്സേജ് അയച്ചാൽ വേണമെന്നുള്ളവർ പറഞ്ഞാൽ ഞാൻ ഇതിൻ്റെ ഡീറ്റെയിൽഡ് ഫോട്ടോയും ഡീറ്റെയിൽസും ഒക്കെ അയച്ചു തരാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. പ്ലെയിൻ ഖാദി കോട്ടൺ സാരി. എൻ്റെ പ്രൈസ് വന്നിട്ട് 680 ആണ്. ഇതിൻ്റെ പ്രൈസ് 680 റുപ്പീസാണ്. അപ്പോൾ വിത്തിൻ കേരള ഫ്രീ ഷിപ്പിംഗ് ആണ്. ഔട്ട്സൈഡ് കേരള ആണെങ്കിൽ പോസ്റ്റൽ ചാർജ് ഉള്ളൂ. ആസ് യൂഷ്വൽ ഞാൻ നേരത്തെ പറഞ്ഞു. അപ്പോൾ നമുക്ക് ഈ അടുത്ത കാറ്റഗറി സാരിയുമായിട്ട് വീണ്ടും കാണാം. അപ്പോൾ ഓക്കെ, ബൈ.